ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാഷ് ഡിസൈൻ ഷൈൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുർത്തി ഫ്രണ്ട് സ്ലിറ്റഡ് കുർത്തി ഓർ ഫ്രണ്ട് സ്ലിറ്റഡ് ടോപ്പാണ് കാണിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യം നെക്ക് ആൻഡ് അതർ മെഷർമെൻറ്റൊക്കെ സാധാരണയായി ചെയ്യുന്നത് പോലെ എടുക്കാം. ആദ്യം തന്നെ ഫാബ്രിക് 4ആയി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് ഷോൾഡർ ജോയിൻ ചെയ്തതിന് വേണ്ടി 1/2 ഇഞ്ച് സിം അലവൻസ് കൊടുക്കാം. ഇപ്പോൾ ഷോൾഡർ വിഡ്ത്ത് സാധാരണയായി 7.5 ആണ് എടുത്തത് ആൻഡ് ആം ഹോൾ ലെങ്ത്ത് 7 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അത് അവ മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത് 9.5 ആണ് ആൻഡ് ആം ഹോൾ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പിൻ്റെ ഭാഗം വരുന്നത് ഷോൾഡറിൽ നിന്നും 13, 14, 15, 16, 17 ഈ ഒരു ലെങ്ത്തിലൊക്കെയാണ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഷേപ്പിൻ്റെ അവിടെ വിഡ്ത്ത് 8.5 ആണ്. ഇപ്പോൾ ചെസ്റ്റ് വിഡ്ത്ത് 9.5 ആയിരുന്നു, ഷേപ്പ് വിഡ്ത്ത് 8.5 ആണ്. അപ്പോൾ അതിനുശേഷം സൈഡ് കട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. സൈഡ് കട്ട് ലെങ്ത്ത് സാധാരണയായി 20 ലെങ്ത്ത് കൊടുക്കുന്നത് ഓർ 19 ആണ്. അവിടെ സീം അലവൻസ് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഒരു 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് വിഡ്ത്ത് 9.5, ഷേപ്പ് വിഡ്ത്ത് 8.5 ആൻഡ് സൈഡ് കട്ട് വിഡ്ത്ത് അഗൈൻ 9.5 ഇവ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സീം അലവൻസ് കൊടുക്കാം. ഷേപ്പിലേക്ക് 1.5 ആണ് സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് കട്ടിൻ്റെ ആ ഒരു പാർട്ടിലെത്തുമ്പോൾ 1 ഇഞ്ച് മാത്രമാണ് സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ താഴെ വരെ 1 ഇഞ്ചാണ്. ഇവിടെ ചെസ്റ്റ് ഭാഗം 2 ഇഞ്ചാണ് കൊടുത്തത്. ഇപ്പോൾ അവിടെ ലൈൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു പോയിൻ്റൊക്കെ സൈഡ് കട്ടിൻ്റെ അവിടെ വരെ ലൈൻ ചെയ്ത് കൊടുക്കാം. ബോട്ടം പാർട്ടിൽ 11 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. അവിടെയും സീം അലവൻസ് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് ബോട്ടം പാർട്ടാണ്. ഇനി ഇവിടെ ഒരു സൈഡ് കട്ടിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്നും താഴെ ബോട്ടം പാർട്ടിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സീം അലവൻസും ജോയിൻ ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചാണ് സൈഡ് കട്ട് മുതൽ താഴെ വരെ സ്ലിറ്റിന് സീം അലവൻസ് കൊടുക്കുന്നത്. അടുത്തായി നെക്ക് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ 2.5 ആണ്. അതുപോലെ ബാക്ക് നെക്കിലെ ലെങ്ത്ത് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ആണ് കൊടുക്കുന്നത്. ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സീം അലവൻസ് കൊടുത്ത ആ ഒരു ലൈനിൽ കൂടിയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ബാക്ക് നെക്കായിരുന്നു ആദ്യം കട്ട് ചെയ്തത്. ബാക്ക് നെക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായാണ് മെയിൻ പാർട്ടിലേക്ക് കടക്കുന്നത്. അതായത് ഇനി ഫ്രണ്ട് സ്ലിറ്റ് ചെയ്യുന്ന പാർട്ടാണ് കാണിക്കുന്നത്. ഷോൾഡറിൽ നിന്നും 28 ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഷോൾഡറിൽ നിന്നും 28 ലെങ്ത്തിൻ്റെ അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടം മുതൽ താഴെ വരെയാണ് സ്ലിറ്റ്, അതായത് ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഓർ ഫ്രണ്ട് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ ഒരു പോയിന്റിലാണ് 28 കിട്ടിയത്. പിന്നെ അവിടെ നിന്നും വിഡ്ത്തായിട്ട് 6 ഇഞ്ച് വിഡ്ത്തിൽ, അതായത് ഈ ഒരു ഭാഗം സ്ലിറ്റ് ചെയ്യാനുണ്ട്. അവിടെ 1 ഇഞ്ച് അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ മുതൽ 6 ഇഞ്ച് പോയിന്റിൽ വിഡ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വിഡ്ത്തിലാണ് സ്ലിറ്റ് വരുന്നത്. പിന്നെ അവിടെ മുതൽ താഴെ വരെ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഇവിടെ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മീതെ ഇതുപോലെ വെച്ച് നെക്കിൻ്റെ അവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടിലെ ലൈനിങ് ക്ലോത്താണ്. ഇനി നെക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് മുകളിലായി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നെക്ക് ഭാഗം ചെയ്തതുപോലെ സ്ലിറ്റിൻ്റെ അവിടെയും 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ലൈനിലേക്ക് കൊള്ളാതെ ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നെക്കും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ടേൺ ചെയ്യാം. ഉൾവശത്തേക്ക് ഈ ഒരു ലൈനിങ് ഫാബ്രിക് ടേൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് ഇവിടെ സ്ലിറ്റിൻ്റെ പാർട്ട് നമുക്ക് കിട്ടുന്നത്. നെക്കിൻ്റെ പാർട്ട് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതായത് ഉള്ളിലേക്ക് ലൈനിങ് ഫാബ്രിക് വെച്ചതിന് ശേഷം പതിച്ച് സ്റ്റിച്ച് ചെയ്യാറുണ്ട് നെക്ക്. ഈ ഒരു ടൈമിൽ ഞാൻ ഉള്ളിലെ ആ ഒരു ബ്ലാക്ക് ഫാബ്രിക്കിൻ്റെ എഫക്റ്റ് നെക്കിൽ ഇതുപോലെ ഒരു പൈപ്പിംഗ് പോലെ കിട്ടുന്ന വിധം ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ഭാഗവും ഇതുപോലെ ബ്ലാക്കിൻ്റെ എഫക്റ്റ് കിട്ടുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഉൾവശത്തെ ആ ബ്ലാക്ക് ക്ലോത്ത് ജസ്റ്റ് പൈപ്പിംഗ് പോലെ കാണുന്ന വിധം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനുശേഷം സാധാരണയായി ചെയ്യുന്നത് പോലെ ഫാബ്രിക് ടേൺ ചെയ്താൽ എന്താണ് ചെയ്യുന്നത്, അതായത് എഡ്ജ് ഭാഗം 2 വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പാർട്ടിൻ്റെ നെക്കിൽ ആ ഒരു ഉള്ളിലെ ഫാബ്രിക് ബ്ലാക്ക് പൈപ്പിംഗ് പോലെ കിട്ടുന്ന ഇതാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും ജോയിൻ ചെയ്ത് കൊടുക്കുക. മെയിൻ ഫാബ്രിക്കും ലൈനിങ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 വശവും ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ ലൈനിങ് ജോയിൻ ചെയ്തതിന് ശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് സ്ലിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അടുത്തായി സ്ലീവാണ് ചെയ്യുന്നത്. നോർമൽ ഒരു സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 8½ ആണ് ആം ഹോൾ ലെങ്ത്ത്. ഇവിടെ 3 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷോൾഡർ പോയിൻറ്റിലേക്ക്, അതായത് ആം ഹോളിൻ്റെ മീത്തെ പോയിൻറ്റിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. 8½ ആണ് മെയിനായിട്ട് ലെങ്ത്ത് വരുന്നത്. ചിലർക്ക് 9 or 9½ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം, അല്ലെങ്കിൽ 1½ സീം അലവൻസ് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് 20 ആക്ച്വലി വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 16 എടുക്കുന്നത്. ഒരു ബ്ലാക്ക് ഫാബ്രിക്കിൽ എൻഡ് പാർട്ടിൽ ബാക്കിയുള്ള വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സീം അലവൻസോട് കൂടിയിട്ട് 20 എടുക്കാൻ നോക്കാം. ഈ ഒരു ഫാബ്രിക്കിൽ 16 കൊടുത്ത് ബാക്കി വരുന്ന ബ്ലാക്ക് ഫാബ്രിക്കിലാണ് ബാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ പാർട്ടിലെ ലെങ്ത്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ് ആൻഡ് 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം. 16 ലെങ്ത്തിലാണ് 5 ഇഞ്ച് ഓപ്പൺ പാർട്ടിലെ ലെങ്ത്ത് കൊടുക്കുന്നത്, 16 വിഡ്ത്തിൽ. ഈ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് ടോപ്പിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോഡി രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് സ്ലിറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആൻഡ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.